ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം നമ്മെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന വാഗ്ദത്തം യേശു നമുക്ക് നൽകിയതിനാൽ നന്ദി പറയാം. നിരന്തരമായ പ്രാർത്ഥനയുടെ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയും ശക്തിയും അവിടുന്ന് ഒരു മനോഹരമായ ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ് ഈ ഭാഗത്ത്. അനീതിയുള്ള മനുഷ്യർ പോലും നിരന്തരം ആവശ്യവുമായി അടുക്കൽ വരുന്നവരോട് ഒടുവിൽ നീതിയോടെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകാറുണ്ട്. പ്രത്യേകിച്ച് ചില പദവികളിൽ ഇരിക്കുന്നവർക്ക് തങ്ങളുടെ അടുക്കൽ വരുന്നവരോട് ഉദാസീനമായ മനോഭാവം ഉണ്ടാകാറുണ്ട്. അവരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കാറുണ്ട്. അങ്ങനെ ഒരു ന്യായാധിപൻ ഒരു വിധവയുടെ വിഷയത്തോട് മുഖം തിരിച്ചു കളഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൾ മടുത്തുപോകാതെ വീണ്ടും വീണ്ടും തന്നെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ശങ്കയുണ്ടായി. ഒരുപക്ഷെ ഇവൾ ക്ഷമ നശിച്ച് തന്നെ ഏതെങ്കിലും പരസ്യ സ്ഥലത്ത് വെച്ച് അപമാനിക്കുമോ? അത് ചിന്തിച്ച് അവളുടെ വിഷയം പരിഹരിച്ചു. ദൈവം ഈ അനീതിയുള്ള ന്യായാധിപനെ പോലെ അല്ല. അവിടുന്ന് ന്യായത്തോടെ ഉത്തരം നൽകുന്ന ദൈവമാണ്. ചില വേളകളിൽ ദൈവം പ്രവർത്തിക്കാൻ താമസിക്കുന്നത് ദൈവത്തിൻ്റെ താല്പര്യമില്ലായ്മയല്ല. ദൈവത്തിന് തൻ്റെ പദ്ധതികൾക്ക് കൃത്യമായ സമയമുണ്ട്. ഒരുപക്ഷെ നാം അതുവരെ മടുത്തുപോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹക്കുറവുമായിരിക്കില്ല. ചില വേളകളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ നാം അത്രമേൽ തീഷ്ണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ആ ദീർഘക്ഷമ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം പകരം നൽകാതെ മാനസാന്തരത്തിന് അവസരം നൽകുന്നു. എന്നാൽ അതേ ദീർഘക്ഷമ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായി കാലതാമസം വരാൻ കാരണമാകാം. എന്നാൽ ദൈവം തക്ക സമയത്ത് നമുക്കായി പ്രതിക്രിയ നടത്തി രക്ഷിക്കുക തന്നെ ചെയ്യും. ആയതിനാൽ നമുക്കും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.